ഹായ് ഹലോ, നമുക്കൊരു കേരള സ്റ്റൈൽ മാക്രോണി ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതിന് പല ഷേപ്പ് ഉണ്ട്, പല കളറുണ്ട്, പല ഡിഫറെൻറ്റ് വേരിയൻറ്റിൽ ഇത് വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ മാക്രോണിയാണ്. ഈ ഒരു പൈപ്പിൻ്റെ ഷേപ്പിലിരിക്കുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഒരു കപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ചിട്ട് ഇത് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ വെള്ളം ആവശ്യത്തിന് പിന്നീട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു കപ്പ് മാക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വേവാനുള്ള ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ, ബാക്കി നമുക്ക് ഇതിൻ്റെ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് കൂടും, അതുപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിരിക്കും, കാരണം ഇത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനും ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വിട്ടതിന് ശേഷം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരെണ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വേവ് മനസ്സിലാവേ. നല്ലോണം വെന്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു 85 to 90 മാത്രം വെന്ത് കിട്ടിയാൽ മതി. കാരണം നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകാനും പീസായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ വെള്ളം കളയാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചതാണേ. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളത് ഉണ്ടാക്കാൻ തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി സെറ്റാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ സൈസ് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനും നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, കൂടി പോകണ്ട. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു മീഡിയം സൈസ് തക്കാളി മാത്രമേ ഇതിലിടുന്നുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് വേവിച്ചിട്ട് മിക്സാക്കി എടുക്കാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലകളിടാം. ഞാനിവിടെ കേരള സ്റ്റൈൽ ആയതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 to 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് മാഗി മസാല ഉണ്ടായിരുന്നേ, അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ മസാലകളുടെ പച്ചമണം ഒന്ന് പോകുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. നടുവിലൊന്ന് കുറച്ച് കുഴിയാക്കിയതിന് ശേഷം പൊട്ടിച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള എഗ്ഗാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു എഗ്ഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ എഗ്ഗും ഈ മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ എഗ്ഗ് ഈ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ മിക്സാക്കി എടുക്കണേ. എഗ്ഗ് ഈ മസാലയിൽ വരുന്ന സമയത്ത് വേറെ തന്നെ ഒരു സ്പെഷ്യൽ ഫ്ലേവറായിട്ടോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എഗ്ഗ് ചേർക്കുന്നത്. എഗ്ഗിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ 1 or 2 എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിവിടെ ഒരു എഗ്ഗ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പം എഗ്ഗും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ തണയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള മാക്രോണി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ നന്നായിട്ട് മസാല എല്ലാ സൈഡിലും എത്തുന്ന പോലെ വേണം കേട്ടോ അത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന സമയത്ത് ഇതിൽ ഈ എരിവിലേക്ക് ആ ഒരു മധുരം വരുന്ന സമയത്ത് അത് നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അതാരും മിസ് ചെയ്യാണ്ട് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.